വീട് വയ്ക്കാൻ അനുവദിച്ച ഭൂമിയുടെ ആധാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് കോടതിയെ സമീപിച്ചുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് രേണുസുതിക്ക് നോട്ടീസ് അയച്ചുവെന്നുമുള്ള വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വിഷയത്തിൽ ആദ്യമായി രേണുസുതി പ്രതികരിച്ച് രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയ വീഡിയോകൾ നീക്കം ചെയ്തില്ലെങ്കിൽ സ്ഥലം തിരികെ വാങ്ങുമെന്ന പരാമർശവും നോട്ടീസിലുണ്ടെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തുവന്നിട്ടുണ്ട്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തോട് സംസാരിക്കുകയായിരുന്നു രേണുസുതി. വിവാദങ്ങൾ നടക്കുമ്പോൾ താൻ സ്ഥലത്തില്ലായിരുന്നുവെന്നും കഴിഞ്ഞ 10 ദിവസമായി ബഹ്റൈനിലായിരുന്നുവെന്നും രേണു പറഞ്ഞു. വീട്ടുകാരിൽ നിന്നാണ് ബിഷപ്പ് നോട്ടീസ് അയച്ച വിവരം അറിഞ്ഞതെന്നും രജിസ്ട്രേഡ് നോട്ടീസ് ആയതിനാൽ ഇതുവരെ അത് കൈപ്പറ്റിയിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. ഈ ബിഷപ്പ് എനിക്കല്ല സ്ഥലം തന്നത്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾക്കാണ് സ്ഥലം നൽകിയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ പേര് ആധാരത്തിൽ സാക്ഷിയായി പോലുമില്ല, രേണു പറഞ്ഞു. കൊല്ലം സുധിയുടെ മക്കളായ രാഹുൽദാസിനും ഋതുൽദാസിനുമാണ് സ്ഥലം നൽകിയതെന്നും തനിക്ക് വ്യക്തിപരമായി യാതൊരു അവകാശവുമില്ലെന്നും രേണു ആവർത്തിച്ചു. എനിക്ക് ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ എന്റെ പേരിൽ എന്തിനാണ് നോട്ടീസ്? കിച്ചുവിനും നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് രേണു പറഞ്ഞു. ബിഷപ്പിനെതിരെ താൻ ഒരിക്കലും ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ വിവിധ ഇന്റർവ്യൂകളിൽ ബിഷപ്പ് തന്നെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ഒരു പുരോഹിതന് ചേരാത്തതായിരുന്നുവെന്നും രേണു ആരോപിച്ചു. ബിഗ് ബോസിൽ പോയ സമയത്ത് പോലും വളരെ മോശമായ ഭാഷയാണ് ഉപയോഗിച്ചത്. ആദ്യകാലത്ത് നല്ല സൗഹൃദമായിരുന്നു. ഞാൻ സെലിബ്രിറ്റി ആയതിനു ശേഷമാണ് ഈ മാറ്റം, അവർ പറഞ്ഞു. എന്തിന്റെ പേരിലായാലും നൽകിയ ദാനം തിരികെ വാങ്ങുന്നത് നല്ല പ്രവൃത്തിയാണോ എന്ന് ആലോചിക്കണം. രേണുവിന് പണി കിട്ടി എന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, എനിക്ക് എന്ത് പണി കിട്ടി? രേണു ചോദിക്കുന്നു. വീട് ഒഴിയേണ്ടി വന്നാൽ വാടകയ്ക്ക് താമസിക്കുന്ന നിലപാടും രേണു വ്യക്തമാക്കി. മാസം 5000 രൂപയെങ്കിലും വാടക കൊടുക്കാനുള്ള ശേഷി ഇപ്പോൾ എനിക്കുണ്ട്. ബിഷപ്പിന്റെ ഏതോ കേസിൽ കുടുങ്ങിക്കിടന്ന വസ്തുവാണ് ഇഷ്ടദാനമായി നൽകിയതെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. ഈ പ്രശ്നങ്ങൾക്കിടയിൽ തന്നെ സഹോദരി ബിഷപ്പിനെ വിളിച്ച് കാര്യം അന്വേഷിച്ചുവെന്നും തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും വീട് നൽകിയതിൽ സന്തോഷമേ ഉള്ളൂവെന്നുമാണ് ബിഷപ്പ് പറഞ്ഞതെന്നും രേണു വെളിപ്പെടുത്തി. പിന്നിൽ മറ്റു ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബിഷപ്പിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ചില വ്ലോഗർമാർ നിരന്തരം വിളിച്ച് എന്നെ നെഗറ്റീവ് ആക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്ന് ബിഷപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ കൈവശമുണ്ട്, രേണു പറയുന്നു. വിവാദത്തിന് പിന്നിൽ ഫിറോസും ഉണ്ടാകാമെന്ന സംശയം രേണു ഉയർത്തി. KHDEC സന്നദ്ധ സംഘടനയുടെ പേരിൽ ഫിറോസ് നിർമ്മിച്ച വീട് തകർന്നുവെന്ന കാര്യം പറഞ്ഞതോടെയാണ് ബന്ധം വഷളായതെന്നും ഹോം ടൂർ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതായും രേണു പറയുന്നു.